ലോക സംഗീത ദിനത്തോടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടും അനുബന്ധിച്ച് തലശ്ശേരി ജാപ്പനീസ് ബുഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയിൽ സംയുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ജാപ്പനീസ് ബുഡോ കരാട്ടെ ആൻഡ് ജൂഡോ അക്കാദമി തലശ്ശേരി. ലോക സംഗീത ദിനത്തോടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടും അനുബന്ധിച്ച് തലശ്ശേരി ജാപ്പനീസ് ബുഡോ കരാത്തെ ആൻഡ് ജൂഡോ അക്കാദമിയിൽ സംയുക്ത ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ നിർവഹിച്ചു. യോഗയെക്കുറിച്ച് സംബന്ധിച്ച് ഞാനൊക്കെ വളരെ ചെറുതായപ്പോൾ ഇവിടെ പറഞ്ഞ സുബ്രഹ്മണ്യൻ മാഷിന്റെ കാര്യം പറഞ്ഞു. തലശ്ശേരി അപൂർവ വ്യക്തികളാണ് തോട്ടടയിലെ സ്ഥാപനത്തിലേക്ക് യോഗ പഠിക്കാൻ പോകാറുള്ളത്. കാരണം പരിസരത്തെവിടെയും യോഗ പരിശീലനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ അനുദിനം ജനങ്ങളിലെല്ലാം ഈ യോഗ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്ന യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന തീരുമാനിച്ചു. 1000 ഇല്ലെങ്കിൽ 500 പേരെങ്കിലും പങ്കെടുക്കും. 1000 ആളെ പങ്കെടുപ്പിക്കാൻ സാധ്യമാകുന്ന ഒരു ആയോധന ഒരു കലയായി മാറിയിരിക്കും. ഇത്രയും പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി യോഗയുടെ പ്രചാരണം നടത്തുന്നതിനു വേണ്ടിയാണ് ഇന്ന് തലശ്ശേരി നഗരസഭ ഉദ്ദേശിക്കുന്നത്. വ്യാപകമായ രീതിയിൽ യോഗ പരിശീലന കേന്ദ്രങ്ങളും യോഗയിലേക്ക് ആളുകൾ കൂടുതൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ആരോഗ്യ മേഖലയിൽ ഇടപെടുന്ന എല്ലാവരും പറയുന്നത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ കരാട്ടെ സെന്ററിലും യോഗ പരിശീലനം ഉദ്ദേശിക്കുകയാണ്. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ മിഥുൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഉച്ചുമൽ ശശി, സജീവൻ മാണിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി പ്രമുഖ ഗായകൻ മുഹമ്മദ് സുബൈറിനെ ചടങ്ങിൽ വച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക യോഗ പരിശീലന ക്ലാസ് നടന്നു. സെൻസായി CN മുരളി യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. സംഗീത ദിനാചരണത്തിന്റെ ഭാഗമായി മുഹമ്മദ് സുബൈർ, അവ്യുക്ത് എന്നിവർ ആലപിച്ച ഗാനങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടി.